വെൽക്കം ടു കോമ്പറ്റിറ്റീവ് ക്രാക്കർ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ആ എക്സാംസിന് തയ്യാറെടുക്കുന്നവർക്ക് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുന്നത് ആ എക്സാമിൻ്റെ ഒരു ഭാഗമാണ്, അതായത് പഠിക്കേണ്ട ഒരു ഭാഗമാണ്. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൽ നിന്ന് എന്തെല്ലാം തരത്തിലുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം അല്ലേ? അങ്ങനെയാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ എപ്പോഴും കമ്മ്യൂണിക്കബിൾ ഡിസീസസ് എന്ന് പറയുമ്പോൾ ബാക്ടീരിയൽ രോഗങ്ങൾ, വൈറൽ രോഗങ്ങൾ എന്ന് പറഞ്ഞ് നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ? ബാക്ടീരിയൽ ഡിസീസസ്, വൈറസ് ഉണ്ടാക്കുന്ന ഡിസീസസ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ നോക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് നമ്മൾ കുറച്ച് MCQs ആണ് ചെയ്യുന്നത്. ഈ MCQsന് ആൻസർ ചെയ്തുകൊണ്ട് അതിൻ്റെ കുറച്ച് കണക്റ്റിംഗ് ഫാക്ട്സും കൂടി പഠിച്ച് നമുക്കൊന്ന് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. ഹെപ്പറ്റൈറ്റിസ് എ ഈസ് സ്പ്രെഡ് ത്രൂ കൺസ്യൂമിങ് ഫുഡ് ഓർ വാട്ടർ ദാറ്റ് ഹാസ് ബീൻ കണ്ടാമിനേറ്റഡ് വിത്ത് ഇൻഫെക്റ്റഡ് ഫീഷീസ്. അപ്പോൾ ഇൻഫെക്റ്റഡ് ഫീഷീസ് കഴിഞ്ഞാൽ കണ്ടാമിനേറ്റ് ചെയ്ത ഫുഡോ അല്ലെങ്കിൽ വാട്ടറിലൂടെയാണ് ഹെപ്പറ്റൈറ്റിസ് എ സ്പ്രെഡ് ആകുന്നത് എന്നാണ് ഈ പോയിന്റ് പറയുന്നത്. ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി ആർ സ്പ്രെഡ് ത്രൂ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. ഹെപ്പറ്റൈറ്റിസ് ബിയും ഹെപ്പറ്റൈറ്റിസ് സിയും ബോഡി ഫ്ലൂയിഡ്സിലൂടെയും ബ്ലഡിലൂടെയുമാണ് സ്പ്രെഡ് ആകുന്നത്. ഇതാണ് രണ്ട് പോയിന്റ്സ് നമുക്ക് തന്നിരിക്കുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എ ട്രൂ ബി ഫോൾസ്, എ ഫോൾസ് ബി ട്രൂ, എ ആൻഡ് ബി ട്രൂ, നൺ ഓഫ് ദീസ്. നൺ ഓഫ് ദീസ് അല്ല എന്ന് നമുക്കറിയാം അല്ലേ? പിന്നെ ഇതിൽ ഏതാണ് ശരി, ഏതാണെങ്കിലും തെറ്റുണ്ടോ അന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ആലോചിച്ച് നോക്കുക, എന്താണ് ഇവിടെ? ഹെപ്പറ്റൈറ്റിസ് എ ഈസ് സ്പ്രെഡ് ത്രൂ കൺസ്യൂമിങ് ഫുഡ് ഓർ വാട്ടർ ദാറ്റ് ഹാസ് ബീൻ കണ്ടാമിനേറ്റഡ് വിത്ത് ഇൻഫെക്റ്റഡ് ഫീഷീസ്. ശരിയല്ലേ? ഹെപ്പറ്റൈറ്റിസ് എ അങ്ങനെ തന്നെയല്ലേ പകരുന്നത് അല്ലേ? കണ്ടാമിനേറ്റഡ് ഫുഡ് അല്ലെങ്കിൽ വാട്ടറിലൂടെയാണ് അത് സ്പ്രെഡ് ആകുന്നത്, ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് അല്ലേ? അപ്പോൾ അത് ശരിയായിട്ടുള്ള ഒരു ഇത് തന്നെയാണ്, ശരിയായിട്ടുള്ള ഒരു പ്രസ്താവന തന്നെയാണ്. എന്താണ്? ഹെപ്പറ്റൈറ്റിസ് എ ഈ സ്പ്രെഡ് ത്രൂ കൺസ്യൂമിങ് ഫുഡ് ഓർ വാട്ടർ ദാറ്റ് ഹാസ് ബീൻ കണ്ടാമിനേറ്റഡ് വിത്ത് ഇൻഫെക്റ്റഡ് ഫീഷീസ്. അപ്പം അതൊരു ശരിയായ പ്രസ്താവനയാണ്. ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി ആർ സ്പ്രെഡ് ത്രൂ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി എങ്ങനെയാണ്? ബ്ലഡിലൂടെയും ബോഡി ഫ്ലൂയിഡ്സിലൂടെയുമാണ്, നമ്മുടെ ബോഡി ഫ്ലൂയിഡ്സിലൂടെയുമാണ് പകരുന്നത് എന്നാണ് രണ്ടാമത് പറയുന്നത്. അത് എസ് ഓർ നോ എന്നാണ് നമ്മൾ അറിയേണ്ടത്. എങ്ങനെയാണ്? അത് ട്രൂ തന്നെയാണ് അല്ലേ? അപ്പോൾ ട്രൂ തന്നെയാണ്. നമ്മൾ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് രണ്ട് കാര്യങ്ങൾ പഠിച്ചു. ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറയുന്നത് കൺസ്യൂമിങ് ഫുഡ് ഓർ വാട്ടർ വിച്ച് ഹാസ് ബീൻ കണ്ടാമിനേറ്റഡ് വിത്ത് ഇൻഫെക്റ്റഡ് ഫീഷീസ് മൂലം കണ്ടാമിനേറ്റ് ചെയ്യപ്പെട്ട ഫുഡ് വാട്ടറിലൂടെയോ ആണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത്. അതൊരു ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ചിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണ്. അടുത്തത് ഹെപ്പറ്റൈറ്റിസ് ബി ആൻഡ് സി ആർ സ്പ്രെഡ് ത്രൂ ബ്ലഡ് ആൻഡ് ബോഡി ഫ്ലൂയിഡ്സ്. അപ്പോൾ അത് രണ്ടും ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ കാര്യങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്. ഇതുകൂടി അതെങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് എന്നറിയില്ലെങ്കിൽ അത് പഠിച്ചു വെക്കുക. ഇങ്ങനെയാണ് കേട്ടോ, ബിയും സിയും സ്പ്രെഡ് ചെയ്യുന്നത് ബ്ലഡിലൂടെയും ബോഡി ഫ്ലൂയിഡ്സിലൂടെയുമാണ്. ഇവിടെ രണ്ട് ഓപ്ഷൻസും എന്താണ്? രണ്ട് കാര്യങ്ങളും എന്താണ്? ശരിയാണ് അല്ലേ? രണ്ട് പ്രസ്താവനകളും ഇവിടെ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അതായത് എ ആൻഡ് ബി ട്രൂ എന്നതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. എ ആൻഡ് ബി ട്രൂ ആണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. കറക്റ്റ് അല്ലേ? ഇവിടെ രണ്ടും, അതായത് എയും ബിയും ട്രൂ ആയിട്ടുള്ള പ്രസ്താവനകൾ തന്നെയാണ്. എ ആൻഡ് ബി ട്രൂ എന്നതാണ് ഇവിടുത്തെ കറക്റ്റ് ആൻസർ. അപ്പോൾ ഹെപ്പറ്റൈറ്റിസിനെ കുറിച്ച് നമ്മൾ അറിയേണ്ടതാണ്. ഹെപ്പറ്റൈറ്റിസ് എ കണ്ടാമിനേറ്റഡ് വാട്ടറിലൂടെ ആണ് വരുന്നത് അല്ലേ? കൺസ്യൂമിങ് ഫുഡ് ഓർ വാട്ടർ വിച്ച് ഈസ് കണ്ടാമിനേറ്റഡ്. ഇനി ഹെപ്പറ്റൈറ്റിസ് ബി, ഹെപ്പറ്റൈറ്റിസ് സിയും വരുന്നത് ബ്ലഡിലൂടെയും ബോഡി ഫ്ലൂയിഡ്സിലൂടെയുമാണ്. ക്ലിയർ അല്ലേ? അടുത്തത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ ഡിസീസ് കോസ്ഡ് ബൈ വൈറസ്? ഈ തന്നിരിക്കുന്നതിൽ വൈറസ് ഉണ്ടാക്കുന്ന ഡിസീസ് ഏതാണ്? വൈറൽ ഡിസീസ് ഏതാണെന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. കോളറയാണോ, ട്യൂബർക്ലോസിസ് ആണോ, ലെപ്രസി ആണോ, ചിക്കൻ പോക്സ് ആണോ? ഏത് ഡിസീസാണ് വൈറസ് ഉണ്ടാക്കുന്നത്? നമുക്ക് കേൾക്കുമ്പോൾ തന്നെ അറിയാം മിക്ക വൈറൽ ഡിസീസും. നമ്മൾ വൈറൽ ഡിസീസ് ഏതൊക്കെയാണെന്നൊന്ന് വായിച്ചു പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ പെട്ടെന്ന് വൈറൽ ഡിസീസ് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പോയിന്റ് ഉണ്ട്. എന്താ? വൈറൽ ഡിസീസസ് എല്ലാം തന്നെ എന്താണ് വരുന്ന ആ പേഷ്യൻസ് നമ്മൾ ഐസൊലേറ്റ് ചെയ്യപ്പെടും അല്ലേ? നമ്മൾ ഒറ്റപ്പെട്ട് മാറ്റി നിർത്തുന്ന
അല്ലെങ്കിൽ റൂമിലേക്ക് അടയ്ക്കപ്പെടുന്ന അസുഖങ്ങളെല്ലാം തന്നെ മിക്കതും തന്നെ എന്താണ്? വൈറൽ ഡിസീസാണ്. കൊറോണ വന്നപ്പോൾ നിപ്പ, അതുപോലെ തന്നെ ചിക്കൻ പോക്സ് അല്ലേ, അതുപോലെ തന്നെ H1N1, ഇങ്ങനെയൊക്കെ ഏതെടുത്താലും സാധാരണ കോമൺ കോൾഡ് വരെ നമുക്കറിയാം വൈറൽ ഡിസീസാണ് അല്ലേ. ജലദോഷം അപ്പം പോലും നമ്മൾ 2 ദിവസത്തേക്ക് നമ്മുടെ തുമ്മലും ചീറ്റലും മറ്റുള്ളവർക്ക് സ്പ്രെഡ് ആവാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും വൈറൽ ഡിസീസസിൻ്റെ ഒരു കോമൺ പ്രത്യേകതയാണ് വൈറൽ ഡിസീസ് വരുന്ന ആ ഡിസീസസ് ഏതാണെന്ന് മനസ്സിലാക്കാൻ ഐസൊലേറ്റ് ചെയ്യപ്പെടുന്ന രോഗങ്ങൾ അധികവും എന്താണ്? വൈറൽ ഡിസീസസ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ മറ്റുള്ളതിന് ഐസൊലേഷൻ ഇല്ല എന്നല്ല, പക്ഷേ എങ്കിലും ചിക്കൻ പോക്സ്, അതുപോലെ തന്നെ നിപ്പ, കൊറോണ, നമ്മൾ നോക്കിക്കേ, നമ്മൾ വൈറൽ ഡിസീസുകൾ ഏതെടുത്താലും അത് മിക്കതും തന്നെ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കുന്ന അസുഖങ്ങളാണ്, പെട്ടെന്ന് പകരുമെന്ന രീതിയിൽ തന്നെ ശ്രദ്ധിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഇവിടെ അങ്ങനെ വരുന്നത് ഏതാണ്? ചിക്കൻ പോക്സ് ആണ് അല്ലേ. ചിക്കൻ പോക്സ് ആണ് എന്ത് തന്നിരിക്കുന്നതിൽ വൈറസ് ഉണ്ടാക്കുന്ന അസുഖം ഏതാണ്? ചിക്കൻ പോക്സ് ആണ്. കോളറ ആയാലും ട്യൂബർക്ലോസിസ് ആയാലും ലെപ്രസി ആയാലും ഇത് ആരുണ്ടാക്കുന്നതാണ്? ബാക്ടീരിയൽ ഡിസീസുകളാണ് അല്ലേ. ബാക്ടീരിയൽ ഡിസീസുകളാണ്. ഇതെല്ലാം എന്താണ്? ബാക്ടീരിയൽ ഡിസീസുകൾക്ക് ഉദാഹരണമാണ്. ക്ലിയർ അല്ലേ? അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഈ ഡിസീസസിൻ്റെ പ്രത്യേകതകളെന്ന്. ഓക്കെ, ആരാണ് കോളറ ഉണ്ടാക്കുന്നത്? ഏത് ബാക്ടീരിയമാണ്? വിബ്രിയോ കോളറേ. വിബ്രിയോ കോളറേ എന്ന ബാക്ടീരിയ ഉണ്ടാക്കുന്ന രോഗമാണ് കോളറ. വിബ്രിയോ കോളറേ എന്ന ബാക്ടീരിയ ആണ് കോളറ ഉണ്ടാക്കുന്നത്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ കൺസ്യൂമിങ് കണ്ടാമിനേറ്റഡ് ഫുഡ്സ് അല്ലേ. പഴകിയ ഭക്ഷണം, ചീത്ത ഭക്ഷണം അല്ലേ, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാതെ, അതായത് അത്ര നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാതെ, അതായത് നല്ല രീതിയിലല്ലാതെ, അതായത് ഹൈജീനിക് അല്ലാതെ അല്ലേ, ഹൈജീനിക് അല്ലാതെ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡിൽ നിന്നുമൊക്കെ ഉണ്ടാകുന്നതാണ് കോളറ എന്ന് പറയുന്നത്. കോളറ ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. അത് ഉണ്ടാക്കുന്ന ബാക്ടീരിയം എന്ന് പറയുന്നത് വിബ്രിയോ കോളറയാണ്. വിബ്രിയോ കോളറയാണ്. അപ്പോൾ അത് കൺസ്യൂമിങ് കണ്ടാമിനേറ്റഡ് ഫുഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള വെള്ളം, അതിൽ നിന്നൊക്കെയാണ് നമുക്ക് കോളറ ഉണ്ടാകുന്നത്. ഇതൊരു ബാക്ടീരിയൽ ഡിസീസാണ്. അടുത്തത് ട്യൂബർക്ലോസിസിനെ കുറിച്ചാണ്. ട്യൂബർക്ലോസിസും ഒരു ബാക്ടീരിയൽ ഡിസീസാണ്, പക്ഷെ അതൊരു എയർബോൺ ബാക്ടീരിയൽ ഡിസീസാണ് അല്ലേ. അത് ഫുഡിലൂടെയും വാട്ടറിലൂടെയും അല്ല, വായുവിലൂടെ പകരുന്നതാണ്. എയർബോൺ ആണ് അല്ലേ. ട്യൂബർക്ലോസിസ് ഈസ് ഓൾസോ എ ബാക്ടീരിയൽ ഡിസീസ്, പക്ഷെ അത് എയർബോൺ ആണ്. എയർബോൺ ബാക്ടീരിയൽ ഇൽനെസ് ദാറ്റ് സ്പ്രെഡ്സ് ത്രൂ ക്ലോസ് കോണ്ടാക്ട് വിത്ത് ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ. ആ ഇൻഫെക്റ്റഡ് പേഴ്സണുമായിട്ട് നമ്മൾ അത്രയും ക്ലോസ് കോണ്ടാക്റ്റിൽ വരുമ്പോൾ അത് വായുവിലൂടെ, എയർബോൺ ആണ് കേട്ടോ, എയർബോൺ ഡിസീസാണ് ട്യൂബർക്ലോസിസ്. അതിൻ്റെ കോസേറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം എന്ന് പറയുന്നത് ഏതാണ്? മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ആണ്. മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ആണ് ട്യൂബർക്ലോസിസിന് കാരണമായിട്ടുള്ള ബാക്ടീരിയ. അപ്പോൾ ട്യൂബർക്ലോസിസ് ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. കോളറ ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. അടുത്തത് ലെപ്രസി. ലെപ്രസിയിലേക്ക് വരുമ്പോൾ ബാക്ടീരിയൽ ഡിസീസ് തന്നെയാണ്. ദാറ്റ് ക്യാൻ ഹാം ലിംഫ്, നെർവ് ആൻഡ് സ്കിൻ അല്ലേ. നമ്മുടെ നെർവ്സ്, സ്കിന്ന് അല്ലെങ്കിൽ നമ്മുടെ ലിംഫാറ്റിക് സിസ്റ്റത്തിനെയൊക്കെ ഹാം ചെയ്യുന്ന ലെപ്രസി എന്ന് പറയുമ്പോൾ അതും ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. അതെന്താണ് നമ്മളെ ചെയ്യുന്നത്? അത് നമ്മുടെ വിരലുകൾ അല്ലേ, നമ്മുടെ ശരീരഭാഗങ്ങളെയൊക്കെ ഹാം ചെയ്യുന്നു അല്ലേ. അങ്ങനത്തെ ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. നെർവ്സിനെ, സ്കിൻസിനെയൊക്കെ ഹാം ചെയ്യുന്ന ഒരു ബാക്ടീരിയൽ ഡിസീസാണ് ലെപ്രസി എന്ന് പറയുന്നത്. അപ്പോൾ ലെപ്രസിയും ഒരു ബാക്ടീരിയൽ ഡിസീസാണെന്ന് ഓർക്കുക. മൈക്കോബാക്ടീരിയം ലെപ്പറേ. മൈക്കോബാക്ടീരിയം ലെപ്പറയാണ് ലെപ്രസിയുടെ കോസേറ്റീവ് ആയിട്ടുള്ള ഓർഗാനിസം എന്ന് പറയുന്നത്. ഏതാണ്? ബാക്ടീരിയലാണ്. മൈക്കോബാക്ടീരിയം ലെപ്പറയാണ്. ക്ലിയർ അല്ലേ? അപ്പം നമ്മൾ പറഞ്ഞതിൽ ചിക്കൻ ബോക്സ് ആണ് വൈറൽ ഡിസീസ്, ബാക്കി കോളറ, ട്യൂബർക്ലോസിസ്, ലെപ്രസി എല്ലാം ബാക്ടീരിയൽ ഡിസീസുകളാണ്. അതാരാണ് ഉണ്ടാക്കുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ആരാണ്? ഒന്ന് കോളറ ഉണ്ടാക്കുന്നത് വിബ്രിയോ കോളറയാണ്. ട്യൂബർക്ലോസിസിന് കാരണം മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് ആണ്. ലെപ്രസിക്ക് കാരണം മൈക്കോബാക്ടീരിയം ലെപ്പറയാണ്. ക്ലിയർ അല്ലേ? ഇതെല്ലാം ബാക്ടീരിയൽ ഡിസീസാണ്. അതിൽ കോളറ എന്ന് പറയുന്നത് ത്രൂ കണ്ടാമിനേറ്റഡ് ഫുഡ് അല്ലെങ്കിൽ വാട്ടറിലൂടെയൊക്കെയാണ് പകരുന്നത്. ട്യൂബർക്ലോസിസ് എന്ന് പറയുന്നത് എയർബോൺ ആണ്. ലെപ്രസി എന്ന് പറയുന്നത് ഏറ്റവും കുറവ് ആയിട്ടുള്ള സാംക്രമിക രോഗമാണ്. വളരെ കുറച്ച് മാത്രം പകരുന്ന ഒരു രോഗത്തിന്, സാംക്രമിക രോഗത്തിന്
കമ്മ്യൂണിക്കബിൾ ഡിസീസിന് എക്സാമ്പിളാണ് ലെപ്രസി എന്ന് പറയുന്നെങ്കിൽ പോലും ലെപ്രസിയും ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കമ്മ്യൂണിക്കബിൾ ഡിസീസ് ക്യാൻ സ്പ്രെഡ് വെൻ വി യൂസ് സംതിങ് ഓൾറെഡി യൂസ്ഡ് ബൈ സമ്മൺ ലൈക്ക് ടവൽ, കപ്പ്, ഹാൻഡ്കർച്ചീഫ് എക്സെട്ര. ദിസ് സ്റ്റേറ്റ്മെന്റ് റെഫേഴ്സ് ടു വിച്ച് ഓഫ് ദ ഫോളോയിങ് മീൻസ് ത്രൂ വിച്ച് ദ ഡിസീസ് ക്യാൻ ബി സ്പ്രെഡ്. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇഫ് യു യൂസ് സംതിങ് ഓൾറെഡി യൂസ്ഡ് ബൈ സമ്മൺ ലൈക്ക് ടവൽ, കപ്പ്, ഹാൻഡ്കർച്ചീഫ് എക്സെട്ര, ആരെങ്കിലും ഉപയോഗിച്ച് ഇങ്ങനെയുള്ള സാധനങ്ങളിൽ നിന്ന് നമ്മൾ ഉപയോഗിച്ചത് മൂലം ആണ് ആ ഒരു ഡിസീസ് ഉണ്ടാകുന്നതെങ്കിൽ ഏതാണ് ഈ സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതിലൂടെയാണ് സ്പ്രെഡ് ചെയ്യുന്നത്? ഇൻസെക്ട്സിലൂടെയാണോ കോണ്ടാക്റ്റിലൂടെ സ്പ്രെഡ് ചെയ്യുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണോ? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് തന്നെ പല തരത്തിൽ ഉണ്ടാകുന്നുണ്ട് അല്ലേ. അപ്പൊ ഇൻസെക്ട്സിലൂടെ പകരുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണോ അതോ ത്രൂ കോണ്ടാക്റ്റിലൂടെ പകരുന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണോ എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ക്യാൻ സ്പ്രെഡ് വെൻ വി യൂസ് സംതിങ് ഓൾറെഡി യൂസ്ഡ് ബൈ സമ്മൺ ലൈക്ക് ടവൽ, കപ്പ്, ഹാൻഡ്കർച്ചീഫ് എക്സെട്ര. അപ്പോൾ ഈ രീതിയിലാണ് വന്ന കമ്മ്യൂണിക്കബിൾ ഡിസീസിന്റെ എന്താണ് മീൻസ് ത്രൂ വിച്ച് ഡിസീസ് സ്പ്രെഡ് ഏതാണ്? ത്രൂ ഇൻസെക്റ്റ് ആണോ ത്രൂ കോണ്ടാക്റ്റ് ആണോ? ഏതാണ്? ബോത്ത് 1 and 2 എന്ന് പറയുന്നുണ്ട്, നൈദർ 1 nor 2 എന്ന് പറയുന്നുണ്ട്, ഓൺലി 2 എന്ന് പറയുന്നുണ്ട്, ഓൺലി 1 എന്ന് പറയുന്നുണ്ട്. ഏതാ ആൻസർ? ഏതാണ്? ഓൺലി 2 അല്ലേ. ടവൽ, കപ്പ്, ഹാൻഡ്കർച്ചീഫ് ഈ മീൻസിലൂടെയൊക്കെ ഇതൊക്കെ ഉപയോഗിച്ചത് കൊണ്ട് ഒരാളിൽ നിന്ന് അസുഖം നമുക്ക് പകരുന്നുവെങ്കിൽ അത് ഇൻസെക്ട്സിലൂടെയാണോ? അല്ല, ത്രൂ കോണ്ടാക്റ്റിലൂടെയാണ് അല്ലേ. കോണ്ടാക്റ്റിലൂടെയാണ് അത് വന്നത്. ക്ലിയർ അല്ലേ? അപ്പൊ കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ കുറിച്ച് നമുക്കൊന്നറിയാം. ഒരു കമ്മ്യൂണിക്കബിൾ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഈസ് ദാറ്റ് വിച്ച് ഈസ് സ്പ്രെഡ് ഫ്രം വൺ പേഴ്സൺ ടു അനദർ ത്രൂ ഫിസിക്കൽ കോണ്ടാക്ട് വിത്ത് ദ ബ്ലഡ് ആൻഡ് ദ ബോഡി ഫ്ലൂയിഡ്സ്, ബ്രീത്ത് ഇൻ ആൻ എയർബോൺ വൈറസ് ഓർ ബീങ് ബീറ്റൻ ബൈ ആൻ ഇൻസെക്റ്റ് അല്ലേ. അപ്പോൾ പലതരത്തിലൂടെ കമ്മ്യൂണിക്കബിൾ ഡിസീസ് നമുക്ക് പകരും. എങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് ഫിസിക്കൽ കോണ്ടാക്റ്റ് വഴി, ബ്ലഡ് അല്ലെങ്കിൽ ബോഡി ഫ്ലൂയിഡ്സ് വഴി, അതുപോലെ തന്നെ എയർബോൺ ആയിട്ടുള്ള ബ്രീത്തിങ് ആ രീതിക്ക് നമുക്ക് അല്ലേ. അങ്ങനെയും കമ്മ്യൂണിക്കബിൾ ഡിസീസസ് അടുത്ത് നിന്ന് കോണ്ടാക്റ്റിൻ്റെ അതായത് എയർബോണിലൂടെ വരാറുണ്ട്. അതുപോലെ തന്നെ ഇൻസെക്റ്റിലൂടെയും കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇറ്റ് ക്യാൻ സ്പ്രെഡ് വെൻ വി യൂസ് സംതിങ് ഓൾറെഡി യൂസ്ഡ് ബൈ സമ്മൺ ലൈക്ക് എ ടവൽ, കപ്പ്, ഹാൻഡ്കർച്ചീഫ് എക്സെട്ര. ഒരു ആൾ ഉപയോഗിച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നതിലൂടെ അപ്പോൾ ബൈ കോണ്ടാക്റ്റിലൂടെ പകരുന്നു എന്ന് നമ്മൾ പറയുന്നു. ദിസ് ഇൻവോൾവ്സ് കോണ്ടാക്ട് ബിറ്റ്വീൻ എ പേഴ്സൺ ആൻഡ് ദ ഡിസീസ് കോസിങ് ഓർഗാനിസം. അപ്പോൾ ബൈ കോണ്ടാക്റ്റിലൂടെ പകരുന്നതാണ് എന്ത്? ടവല്, കർച്ചീഫ് അങ്ങനെയുള്ളതിലൂടെ വരുമ്പോൾ. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇറ്റ് ക്യാൻ സ്പ്രെഡ് ത്രൂ ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്ട് വിത്ത് ആൻ ഇൻഫെക്റ്റഡ് പേഴ്സൺ സച്ച് ആസ് ത്രൂ ടച്ച് ഓർ ഹാൻഡ് ഷേക്ക്. ഒരാൾ ഉപയോഗിച്ച വസ്തുവിൽ നിന്ന് വരാം, അതുകൂടാതെ ഡയറക്റ്റ് ഫിസിക്കൽ കോണ്ടാക്റ്റിലൂടെ വരാം. അവരെ തൊടുന്നതിലൂടെ ഒരു ഹാൻഡ് ഷേക്ക് ചെയ്തു അല്ലേ, അല്ലെങ്കിൽ ടച്ച് തൊട്ടും അടുത്തൊക്കെ ഇരുന്നു, അങ്ങനെയൊക്കെ നമുക്ക് സ്പ്രെഡ് ചെയ്യാം. ഫിസിക്കൽ കോണ്ടാക്റ്റിലൂടെ സ്പ്രെഡ് ചെയ്യാം കമ്മ്യൂണിക്കബിൾ ഡിസീസ്. പിന്നെ ഡിസീസ് സ്പ്രെഡ് ത്രൂ ഇൻസെക്ട്സ് ഈസ് കോസ്ഡ് ബൈ ആൻ ഇൻസെക്ട് ബൈറ്റ് ദാറ്റ് ട്രാൻസ്ഫേഴ്സ് ദ ജേംസ് ഇൻ ടു ദ ഹ്യൂമൻ ബോഡി. കമ്മ്യൂണിക്കബിൾ ഡിസീസ് എങ്ങനെയും പകരാറുണ്ട്. ഈ ഡിസീസ് കോസിങ് ജേംസിനെ കൊണ്ടു നടക്കുന്ന ഇൻസെക്ട്സിലൂടെയും. അതായത് നമുക്ക് രോഗമുണ്ട്, നമ്മളെ കടിച്ച ഇൻസെക്റ്റ് മറ്റൊരാളെ ചെന്ന് കടിക്കുമ്പോൾ നമുക്കറിയാം അല്ലേ. അപ്പോൾ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് പല മീൻസിലൂടെ സ്പ്രെഡ് ചെയ്യുന്നുണ്ട്. ആ രീതിക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് പരീക്ഷയ്ക്ക് വരാം. അപ്പോൾ അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ പഠിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. കൺസിഡർ ദ ഫോളോയിങ് സിംറ്റംസ് ഓഫ് എ ഡിസീസ്. ഫീവർ ഈസ് അക്കമ്പനിഡ് ബൈ ഷിവറിംഗ്, സ്വെറ്റിംഗ് occurs frequently, its medicine is made from the bark of a tree, it is caused by the bite of a mosquito. എന്താണ്? വിച്ച് ഡിസീസ് ദ എബവ് സിംറ്റംസ് ആർ അസോസിയേറ്റഡ്. ഈ സിംറ്റംസ് ഏത് രോഗത്തെക്കുറിച്ചുള്ളതാണ്? ഒരു ഡിസീസിൻ്റെ സിംറ്റംസ് ആണ് പറയുന്നത്. ഫീവർ ഈസ് അക്കമ്പനീഡ് ബൈ ഷിവറിങ് അല്ലേ, നല്ല വിറയോട് കൂടിയ പനി. സ്വെറ്റിംഗ് occurs frequently, ഇടയ്ക്കിടയ്ക്ക് വിയർക്കുക. ഇറ്റ്സ് മെഡിസിൻ ഈസ് മെയ്ഡ് ഫ്രം ദ ബാർക്ക് ഓഫ് എ ട്രീ. ആ കമ്മ്യൂണിക്കബിൾ ഡിസീസാണ് എങ്കിൽ പോലും അതിൻ്റെ മെഡിസിൻ ഒരു മരത്തിൻ്റെ ബാർക്കിൽ നിന്ന് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ ബൈറ്റ് ഓഫ് എ മൊസ്കിറ്റോ. ആ രോഗാണുവിനെ കൊണ്ടു നടക്കുന്നത് ആരാണ്? മൊസ്കിറ്റോ ആണ്. ടു വിച്ച് ഡിസീസ് ദ അബവ് സിംറ്റംസ് ആർ അസോസിയേറ്റഡ്. ഏത് അസുഖവുമായി ബന്ധപ്പെട്ട
സിംറ്റംസ് ആണ് ഈ പറയുന്നത്. അപ്പം ഞാൻ ഇനി അസുഖങ്ങൾ പറയുകയാണ്. ഡെങ്കു, മലേറിയ, ചിക്കൻ ഗുനിയ, ടൈഫോയിഡ്. ഇതിലേതാണ് നമ്മൾ ഈ പറഞ്ഞ ലക്ഷണങ്ങളുള്ള അസുഖം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫീവർ ഈസ് അക്കമ്പനീഡ് ബൈ ഷിവറിംഗ്, സ്വെറ്റിംഗ് occurs frequently, its medicine is made from the bark of a tree, it is caused by the bite of a mosquito. ഇതിലേതാണ്? ഡെങ്കു ആണോ, മലേറിയ ആണോ, ചിക്കൻ ഗുനിയ ആണോ, ടൈഫോയിഡ് ആണോ? ആൻസർ ഏതാണ്? ആൻസർ മലേറിയ ആണ് അല്ലേ? മലേറിയ ആണ്. കാര്യം ഇതിൽ ചിക്കൻ ഗുനിയയും ഡെങ്കു ഒക്കെ എങ്ങനെയാണ് മൊസ്കിറ്റോ ബൈറ്റിലൂടെ തന്നെയാണ് അത് വരുന്നത്. പക്ഷേ എങ്കിലും നമ്മൾ ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം കാണിക്കുന്നത് മലേറിയ ആണ് കേട്ടോ. ആൻസർ ഏതാണ്? മലേറിയ ആണ്. അപ്പം മലേറിയനെ കുറിച്ച് നമുക്കൊന്ന് പഠിക്കാം. ഓൺലി ബൈ ദ ഡിസീസ് കാരിങ് മോസ്കിറ്റോ. മലേറിയ എപ്പോഴും ആ മോസ്കിറ്റോയിലൂടെ പകരുന്നതാണ് അല്ലേ? ഏത് മോസ്കിറ്റോ ആണ്? ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോ ആണ് മലേറിയ പരത്തുന്നത്. ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോ ആണ് മലേറിയ പരത്തുന്നത്. മലേറിയ ഇസ് കോസ്ഡ് ബൈ ഏതാണ്? പ്ലാസ്മോഡിയം. പ്ലാസ്മോഡിയം എന്ന പ്രോട്ടോസോയാണ് എന്ത് മലേറിയ പരത്തുന്നത്. പ്ലാസ്മോഡിയം ആണ്. ഫീമെയിൽ അനോഫിലിസ് മോസ്കിറ്റോ ആണ്. Early times the dried and powdered bark of the cinchona tree was used to make medicines for malaria. മലേറിയയ്ക്കുള്ള മരുന്ന് പണ്ട് കാലത്ത് എന്തായിരുന്നു? ഈ സിങ്കോണ ട്രീയുടെ ബാർക്ക് അല്ലേ? ബാർക്കിനെ ഉണക്കി പൊടിച്ച് നമ്മൾ എടുക്കാറുണ്ട്. സോ നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ മലേറിയയുടെ കാര്യങ്ങളായിരുന്നു. അപ്പോൾ മലേറിയനെ കുറിച്ച് ഒന്നും കൂടി പറയാണ്. മലേറിയ മൊസ്കിറ്റോസ് കൊണ്ടുവരുന്ന രോഗമാണ്. അത് ഫീമെയിൽ അനോഫിലിസ് മൊസ്കിറ്റോ ആണ് മലേറിയ കൊണ്ടുവരുന്നത്. അതിന് കാരണമായിട്ടുള്ള ജേം എന്ന് പറയുന്നത്, പ്രോട്ടോസോവ എന്ന് പറയുന്നത് പ്ലാസ്മോഡിയമാണ് അല്ലേ? പ്ലാസ്മോഡിയമാണ്. അതിൻ്റെ മരുന്ന് പണ്ട് കാലത്ത് സിങ്കോണ ട്രീയുടെ ബാർക്ക്, ഡ്രൈഡ് ആൻഡ് പൗഡേർഡ് ബാർക്ക് മരുന്നായിട്ട് ഉപയോഗിച്ചിരുന്നു. ഓക്കെ, അപ്പം ഇത്രയുമാണ് മലേറിയനെ കുറിച്ചുള്ളത്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അവിടെ പറഞ്ഞ ഡെങ്കുവിനെ കുറിച്ചിട്ടാണ്. ഡെങ്കു എന്ന് പറയുന്നത് എന്താണ്? ഡെങ്കു ഫീവറാ. അതിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? സിംറ്റംസ് എപ്പോഴും പഠിക്കണം. ഹെഡേക്ക്, മസിൽ, ബോൺ ഓർ ജോയിന്റ് പെയിൻ, വോമിറ്റിംഗ്, പെയിൻ ബിഹൈൻഡ് ദ ഐസ്, സോളൻ ഗ്ലാൻസ്, റാഷ്, ഹൈ ഫീവർ. ഇതെല്ലാം ഡെങ്കുവിൻ്റെ സിംറ്റംസ് ആണ്. തലവേദന, ബോൺ അല്ലെങ്കിൽ ജോയിന്റ് പെയിൻ ഒക്കെ ആയിട്ട് വരും. വേദന, എല്ലുകൾ മേലൊക്കെ വേദന അല്ലേ? മസിൽ പെയിന്, അതുപോലെ തന്നെ ജോയിന്റ് പെയിന്, അതൊക്കെ ഡെങ്കുവിൻ്റെ സിംറ്റംസ് ആണ്. വോമിറ്റിങ്, അതുപോലെ തന്നെ കണ്ണിലൊക്കെ നല്ല വേദന, പിന്നെ സോളൻ ഗ്ലാൻസ്, പിന്നെ ഹൈ ഫീവർ, റാഷസ്, ഇതെല്ലാം ഡെങ്കുവിൻ്റെ സിംറ്റംസ് ആണ്. ഡെങ്കു അല്ലേ? ഡെങ്കു ഫീവറിൻ്റെ സിംറ്റംസ് ആണ്. മോസ്കിറ്റോ ആണ് ഡെങ്കു ഫീവർ ഉണ്ടാക്കുന്നത് അല്ലേ? ഡെങ്കു വൈറസ് ആണ് അത് ഉണ്ടാക്കുന്നത്. മോസ്കിറ്റോസ് ആണ് ഡെങ്കു ഫീവർ ഉണ്ടാക്കുന്നത്. മോസ്കിറ്റോ ആണ്. ഓക്കെ, മോസ്കിറ്റോ ബോൺ വൈറൽ ഡിസീസിന് എക്സാമ്പിൾ ആണ് ഡെങ്കു ഫീവർ അല്ലേ? മോസ്കിറ്റോ ബോൺ വൈറൽ ഡിസീസിന് എക്സാമ്പിൾ ആണ് ഡെങ്കു അല്ലേ? ഡെങ്കു ഫീവർ. അപ്പം ഡെങ്കു ഫീവർ ഒരു മോസ്കിറ്റോ കൊണ്ടുവരുന്ന അസുഖമാണ്. നമുക്കറിയാം ഏത് മോസ്കിറ്റോ ആണ്? ഈഡിസ് ഈജിപ്റ്റി ആണ് അല്ലേ? ഈഡിസ് ഈജിപ്റ്റി വിഭാഗത്തിൽപ്പെട്ട മോസ്കിറ്റോ ആണ് ഡെങ്കു ഫീവർ കൊണ്ടുവരുന്നത്. അപ്പോൾ ഡെങ്കു ഫീവറിൻ്റെ സിംറ്റംസ് പഠിക്കുക. സിംറ്റംസ് വെച്ച് നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം, മോസ്കിറ്റോസ് ചോദിക്കാം. ഓക്കെ, അടുത്ത ടൈഫോയിഡ്. ടൈഫോയിഡിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? ഹൈ ഫീവർ ആൻഡ് ഹെഡേക്ക് ഉണ്ട്, സ്റ്റൊമക് പെയിൻ, വീക്ക്നെസ്, വോമിറ്റിംഗ് ആൻഡ് ലൂസ് സ്റ്റൂൾസ്. ടൈഫോയിഡിൻ്റെ സിംറ്റംസ് എന്തൊക്കെയാണ്? കഠിനമായ പനിയുണ്ട്, ഹെഡേക്ക് തലവേദന, സ്റ്റൊമക് പെയിൻ, വീക്ക്നെസ്, വോമിറ്റിംഗ് ആൻഡ് ലൂസ് സ്റ്റൂൾസ്. ഇതെല്ലാം ആരുടെ സിംറ്റംസാണ്? ടൈഫോയിഡിൻ്റെ സിംറ്റംസ് ആണ്. അതിന് കാരണം സാൽമോണല്ല ടൈഫി ബാക്ടീരിയ. ടൈഫോയിഡ് ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. എന്താണ്? സാൽമോണല്ല ടൈഫി ബാക്ടീരിയ ആണ് ടൈഫോയിഡിൻ്റെ കോസൽ ഏജന്റ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നത് ഹൈ ഫീവർ ആണ്, ഹെഡേക്ക് ഉണ്ട്, സ്റ്റൊമക് പെയിൻ ഉണ്ട്, അതുപോലെ തന്നെ വൊമിറ്റിംഗ് ആൻഡ് ലൂസ് സ്റ്റൂൾസ്. ബാക്ടീരിയൽ ഡിസീസാണ് കേട്ടോ ടൈഫോയിഡ്. ഓക്കെ, അടുത്ത നമ്മൾ ചിക്കൻ ഗുനിയനെ കുറിച്ചാണ് പറയുന്നത്. ചിക്കൻ ഗുനിയയുടെ സിംറ്റംസ് എന്ന് പറയുന്നത് ഫീവർ ആൻഡ് ജോയിന്റ് പെയിൻ ആണ്. ചിക്കൻ ഗുനിയ ഫീവർ ആൻഡ് ജോയിന്റ് പെയിൻ ആണ്, മസിൽ പെയിൻ, ഹെഡേക്ക്, ഫെറ്റീഗ്, അതുപോലെ തന്നെ റാഷും ചില സമയത്ത് ഉണ്ടാവാറുണ്ട് ചിക്കൻ ഗുനിയയ്ക്ക് കേട്ടോ. റാഷസും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഫീവർ, ജോയിന്റ് പെയിൻ, അതുപോലെ തന്നെ ഹെഡേക്ക്, ഫറ്റീഗ്, ഇതെല്ലാമാണ് ചിക്കൻ ഗുനിയയുടെ സിംറ്റംസ് ആയിട്ട് പറയുന്നത്. അതിൻ്റെ കോസൽ ഏജന്റ് എന്ന് പറയുന്നത് ആരാണ്? അതും മോസ്കിറ്റോ ആണ് അല്ലേ?
ചിക്കൻ ഗുനിയ കൊണ്ടുവരുന്നതും ആരാണ്? മോസ്കിറ്റോ ആണ്. ഏത് മോസ്കിറ്റോ ആണ് ചിക്കൻ ഗുനിയയ്ക്ക് കാരണമായിട്ടുള്ള മോസ്കിറ്റോ? ഈഡിസ് ഈജിപ്തി വിഭാഗത്തിൽപ്പെട്ട മോസ്കിറ്റോ തന്നെയാണ് ഡെങ്കു ചിക്കൻ ഗുനിയൊക്കെ കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പം അതും നമ്മൾ അറിഞ്ഞിരിക്കുക. ചിക്കൻ ഗുനിയയുടെ സിംറ്റംസ് തന്നിട്ട് അത് ഏതിൻ്റെ അസുഖം, തന്നിരിക്കുന്നതിൽ ഏത് അസുഖമാണെന്ന് ചോദിക്കാം. അതുപോലെ തന്നെ ഈ തന്നിരിക്കുന്നത് ബാക്ടീരിയൽ ഡിസീസ് ആണോ വൈറൽ ഡിസീസ് ആണോ എന്നൊക്കെ ചോദിക്കാം. അപ്പം ചിക്കൻ ഗുനിയയും ഒരു വൈറൽ ഇൻഫെക്ഷൻ ആണ് അല്ലേ? ചിക്കൻ ഗുനിയ, ഡെങ്കു ഫീവർ ഒക്കെ എന്താണ്? വൈറസ് രോഗങ്ങളാണ്. അത് കൊണ്ടുവരുന്നത് ആരാണ്? മോസ്കിറ്റോസ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോൾ നമ്മൾ പഠിച്ചത് കമ്മ്യൂണിക്കബിൾ ഡിസീസസിനെ കുറിച്ചാണ്. അതിൻ്റെ സിംറ്റംസ് പഠിച്ചു, അതിൻ്റെ കോസറ്റീവ് ഓർഗാനിസംസ് പഠിച്ചു, അതിൻ്റെ സ്പ്രെഡിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചു, എങ്ങനെയാണ് സ്പ്രെഡ് ചെയ്യുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ പഠിച്ചു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2. ഈ ജില്ല തിരിച്ച് ധാരാളം അവസരങ്ങളുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിലേക്കായിട്ട് കാറ്റഗറി നമ്പർ 479/2023 അല്ലേ? അപ്പോൾ അതിലേക്ക് നിങ്ങൾക്ക് യോഗ്യത എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, +2 വിത്ത് സയൻസ് സബ്ജക്റ്റ്, അതോടൊപ്പം തന്നെ ഡിപ്ലോമ ഇൻ ഹെൽത്ത് ഇൻസ്പെക്ടർ കോഴ്സാണ്. അപ്പോൾ പുതിയ ബാച്ച്, കോമ്പറ്റീറ്റീവ് ക്രാക്കറിൻ്റെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾ, അതുപോലെ തന്നെ നിങ്ങളുടെ എക്സാംസിന് വേണ്ട എല്ലാ സപ്പോർട്ടുമായിട്ട് അല്ലേ? അതായത് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വെച്ചും, അതുപോലെ തന്നെ മോക്ക് എക്സാംസ് നടത്തിയും, നിങ്ങൾക്ക് മോഡൽ ക്വസ്റ്റ്യൻസ് ചെയ്യിച്ചും ഒക്കെ നിങ്ങൾക്ക് മെൻറ്റർ സപ്പോർട്ടും എല്ലാമായിട്ട്, ഫുൾ സപ്പോർട്ടുമായിട്ട് ടീം കോമ്പറ്റീറ്റീവ് ക്രാക്കർ നിങ്ങളോടൊപ്പമുണ്ട്. അപ്പോൾ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഗ്രേഡ് 2 എക്സാംസിന് തയ്യാറെടുക്കുന്നവർ തീർച്ചയായിട്ടും ഈ ക്ലാസ്സുകളിലൂടെ നിങ്ങളുടെ എക്സാംസിന് നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. അതിനായിട്ട് താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. ഇനി ഇതിൻ്റെ ഒരു ഫ്രീ വെബിനാർ വരുന്നുണ്ട്. അതിന് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ലിങ്കിൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. സ്റ്റേ ട്യൂൺഡ്.